എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ദിവസം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 56-ലെ 6-ാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ 7-ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ് ചോദ്യം? ഇൻ ദി പിക്ചർ ദി ബൈസെക്ടേഴ്സ് ഓഫ് ദി ആംഗിൾ ഓഫ് ദി ക്വാഡ്രിലാറ്റർ ABCD ഇന്ററാക്ട് അറ്റ് PQRS. അതായത് നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ ABCD എന്ന് പറയുന്ന ഒരു ചതുർഭുജം അല്ലെ, ക്വാഡ്രിലാറ്റർ തന്നിട്ടുണ്ട്. ഇനി ക്വാഡ്രിലാറ്ററിന്റെ ഈ 4 ആംഗിളുകൾ, അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ആംഗിൾ ഡിയും അല്ലെ, അവയുടെ എന്ത് വരച്ചിട്ടുണ്ട്? അവയുടെ സമഭാജികൾ വരച്ചിട്ടുണ്ട്. അതായത് അതിന്റെ ബൈസെക്ടേഴ്സ് വരച്ചിട്ടുണ്ട്. ഈ ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോണിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. ഈക്വൽ ആയിട്ട് അപ്പൊ എന്തിന്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഈ 4 കോണുകളെയും അതിന് ബൈസെക്ടേഴ്സ് വരച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്റർ. അതായത് നമ്മൾ PQRS എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണ്, ഒരു ചക്രീയ ചതുർഭുജമാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ABCD ആംഗിൾ എയുടെ സമഭാജി എന്ന് പറഞ്ഞാൽ അതിന്റെ ബൈസെക്ടേഴ്സ് അല്ലെ. നോക്കിയാൽ ഈ ആംഗിൾ എത്രയാണോ അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്ത് ഒരു ലൈൻ ഇങ്ങനെ വരച്ചിരിക്കുന്നു. ഓക്കെ. ഇനി ആംഗിൾ ബി എന്ന് നോക്കിയാൽ ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്ത് ഒരു ലൈൻ, അടുത്ത ലൈൻ. ഇനി സി എ ഇതേപോലെ തന്നെ ഇവിടെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്ത് അടുത്ത ലൈൻ. ഇവിടെ ഡി എയും അതേപോലെ ചെയ്തിരിക്കുന്നു അല്ലെ. അപ്പൊ ഈ 4 ബൈസെക്ടേഴ്സും എവിടെ കൂട്ടിമുട്ടുന്നുണ്ട്? ഈ പിയിലും ക്യൂയിലും ആറിലും എസിലായിട്ട് ഇവർ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ നോക്കിയേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഒരു ചതുർഭുജം കിട്ടുന്നുണ്ട് അല്ലെ. PQRS എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്റർ, ചെറിയൊരു ക്വാഡ്രിലാറ്റർ കിട്ടുന്നുണ്ട്. ഇത് എന്താണെന്ന് തെളിയിക്കാൻ നമ്മൾ ഇത് ചക്രീയ ചതുർഭുജമാണ് അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ചതുർഭുജം ഒരു സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് മതി? അതിന്റെ ഏതെങ്കിലും ഓപ്പോസിറ്റ്, ഒരു ജോഡി ഓപ്പോസിറ്റ് ആംഗിളുകൾ 180 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി അല്ലേ. അപ്പൊ അത് മതി. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണ് ഹിന്റ്? ലുക്ക് അറ്റ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ PCD ആൻഡ് RAB. അതായത് ട്രയാംഗിൾ PCD എന്ന് പറഞ്ഞ ട്രയാംഗിൾ നോക്കിയാൽ PCD കണ്ടില്ലേ? ഈ വലിയ ട്രയാംഗിൾ, ഈ ട്രയാംഗിളിന്റെയും പിന്നെയോ RAB ഇപ്പുറത്ത് കിടക്കുന്ന ഈ ട്രയാംഗിളിന്റെയും സമ്മ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. നമുക്ക് അറിയാം ഇത് പല വഴിയിലൂടെ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ട്രയാംഗിൾ, അതായത് PCD എന്ന് പറഞ്ഞ ഈ ട്രയാംഗിളിന്റെ സമ്മ്, ഇതിലെ ആംഗിളുകളുടെ സമ്മ് നോക്കാം നമ്മൾ. അതുപോലെ തന്നെ ABR എന്ന് പറഞ്ഞ ഈ ട്രയാംഗിൾ അല്ലെങ്കിൽ RAB എന്ന് പറഞ്ഞ ഈ ട്രയാംഗിൾ, ഇതിന്റെ ആംഗിളുകളുടെ സമ്മ് നോക്കാം. അപ്പൊ നമുക്കിത് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു മുമ്പ് ആദ്യം നമുക്ക് നോക്കിയാൽ ഈ ചതുർഭുജം നോക്കിയാൽ ABCD എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്റർ അല്ലെ. അപ്പൊ അതിൽ എത്ര ആംഗിൾ ഉണ്ട്? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി അല്ലെ. 4 ആംഗിൾ ഉണ്ട്. ഈ 4 ആംഗിളുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 360 ഡിഗ്രി കിട്ടും അല്ലെ. നമുക്കറിയാം ഒരു ത്രികോണത്തിന് 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി. ഒരു ചതുർഭുജം, അതായത് ഒരു ക്വാഡ്രിലാറ്റർ 4 ആംഗിൾ ഉണ്ട്. 4 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതി വെക്കാം. ഇൻ ABCD. അപ്പൊ ആ ചതുർഭുജത്തില് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി, ഈ 4 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 360 ഡിഗ്രി കിട്ടും അല്ലെ. അപ്പൊ ആദ്യം അക്കാര്യം അവിടെ കെടുക്കട്ടെ. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ഈ 2 ത്രികോണങ്ങളുടെ കോണുകളുടെ തുക ഒന്ന് നമുക്കൊന്ന് കൂട്ടി വെക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഏത് ത്രികോണം എടുക്കുന്നത്? ട്രയാംഗിൾ PCD അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം സം ഓഫ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ PCD ആൻഡ് ട്രയാംഗിൾ RAB. അപ്പൊ ട്രയാംഗിൾ PCD നമ്മൾ ഈ ഘടിപ്പിച്ച ഈ ട്രയാംഗിളും ഇനി നമുക്ക് ട്രയാംഗിൾ RAB ഇതിന്റെ അടിയിലുള്ള ഈ ത്രികോണവും അതിന്റെ സമ്മ് നമ്മൾ കാണാൻ പോകുന്നു. ആദ്യം നമുക്ക് നോക്കിയാൽ ട്രയാംഗിൾ PCD സമ്മ് നോക്കാം. ട്രയാംഗിൾ PCD എന്ന് പറഞ്ഞ ത്രികോണത്തിന്റെ സമ്മ് ഈ ആംഗിൾ വരും, പിന്നെ ഈ ആംഗിൾ വരും, പിന്നെ ഈ ആംഗിൾ വരും.
ഈ 3 ആംഗിളുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്രയാങ്കിൾ പി സി ഡിയുടെ എല്ലാ ആംഗിളുകളും കിട്ടും അല്ലേ? അപ്പോൾ അതായത് ഈക്വൽ ടു ആദ്യത്തെ ആംഗിൾ ഏതാണ്? ആംഗിൾ എസ് പി ക്യു, ഈ ആംഗിൾ അല്ലേ? അപ്പോൾ ആംഗിൾ എസ് പി ക്യു പ്ലസ് പിന്നെ ഏത് കൂട്ടണം? പിന്നെ നമുക്ക് ഏത് ആംഗിളാണ്? ഈ ആംഗിൾ അല്ലേ? നമുക്കറിയാം ഈ ചതുർഭുജത്തിലെ ആംഗിൾ സി എന്ന് പറയുന്നത് വലിയ ആംഗിൾ ആണ് അല്ലേ? വലിയ ആംഗിൾ ആണ് അല്ലെ? അപ്പൊ ഈ വലിയ ആംഗിളിന്റെ പകുതിയാണ് നമുക്ക് വേണ്ടി ത്രികോണത്തിലെ ആംഗിൾ അല്ലെ? ഈ വലിയ ആംഗിൾ സി ഡിഗ്രി ആണെങ്കിൽ, ഈ വലിയ ആംഗിൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതിയാണ് നമുക്ക് ഈ ത്രികോണത്തിൽ വരുന്നത് അല്ലെ? അപ്പൊ എത്ര വരും? ഇതിന്റെ പകുതി അല്ലെ? ഹാഫ് സി വരും. അപ്പൊ നമുക്ക് ആംഗിൾ എസ് പി ക്യു ഇത് വരും, പിന്നെ ഈ സിയുടെ പകുതി വരും ആണല്ലോ. അതായത് അര ആംഗിൾ സി. ആംഗിൾ സി എത്രയാണോ അതിന്റെ പകുതി വരും ഇവിടെ അല്ലെ? പിന്നെ ഈ ആംഗിൾ വരും അല്ലെ? അതായത് ആംഗിൾ ഡി എന്ന് പറഞ്ഞ വലിയ ആംഗിൾ അതിന്റെ പകുതിന് ഇവിടെ വരുന്നത് അല്ലെ? അപ്പൊ ആംഗിൾ ഡിയുടെ പകുതി, അതായത് അര ആംഗിൾ ഡി, അര ആംഗിൾ ഡി. അപ്പൊ ഇതെന്ത് കിട്ടി നമുക്ക്? ട്രയാങ്കിൾ പി സിയുടെ സമ്മുകളാണ് കിട്ടിയത്. എസ് പിക്ക് ഈ ആംഗിൾ വരും, പിന്നെ ഈ ആംഗിൾ അതായത് മൊത്തം സിയുടെ പകുതി വരും, അര ആംഗിൾ സി, പിന്നെ ഇത് വരും അല്ലെ? അര ആംഗിൾ ഡി. അപ്പൊ ഇത്ര കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കി അതിന്റെ കൂടെ ഏത് കൂട്ടണം? ട്രയാങ്കിൾ ആർ എ ബിയുടെ ആംഗിളുകളുടെ സമ്മ് കൂട്ടണം അല്ലെ? സമ്മ് കാണണം നമ്മൾ പ്ലസ് അല്ലെ? ഇനി ആർ എ ബി. ആർ എ ബി എന്ന് വെച്ചാൽ ആർ എ ബി. അപ്പൊ നമ്മൾ ഇവിടെ കണ്ട പോലെ തന്നെ ഈ 3 ആംഗിളുകൾ വരും അല്ലെ? ഒന്നാമത്തെ ആംഗിൾ എന്താണ്? ഈ ആംഗിൾ, ആംഗിൾ എസ് ആർ ക്യു, ആംഗിൾ എസ് ആർ ക്യു, അല്ലെങ്കിൽ നമുക്ക് ആംഗിൾ എ ആർ ബി എന്ന് വേണമെങ്കിലും പറയാം, അതല്ലെങ്കിൽ ആംഗിൾ എസ് ആർ ക്യു, ഈ ആംഗിൾ അല്ലെ? അപ്പൊ പ്ലസ് ആംഗിൾ എസ് ആർ ക്യു പ്ലസ് പിന്നെ ഇത് വരും ഇത് അല്ലെ? അതായത് നോക്കിയേ, മൊത്തം എന്ന് പറഞ്ഞ ഈ ആംഗിൾ ആണ്, അതിന്റെ പകുതിയാണ് വരെ അല്ലെ? അപ്പൊ നമുക്ക് ആംഗിൾ എയുടെ പകുതി, ഹാഫ്. അപ്പൊ ഇവിടെ എഴുതിയ പോലെ തന്നെ ഹാഫ് ആംഗിൾ സി പ്ലസ് ഇവിടെയോ ആംഗിൾ ബിയുടെ പകുതി അല്ലെ? അപ്പൊ ഈ ആംഗിള് അതായത് അര ആംഗിൾ ബി, ഹാഫ് ആംഗിൾ ബി. അപ്പൊ നമ്മളിപ്പോ എന്താണ് ചെയ്തത്? ഈ രണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഹിന്റ് അനുസരിച്ച് ഈ 2 ട്രയാങ്കിളുകളുടെ ആംഗിളുകൾ തമ്മിൽ കൂട്ടി അല്ലെ? അപ്പൊ ആദ്യം ഈ ട്രയാങ്കിള് അതിന്റെ 3 ആംഗിളുകളും കൂടി കൂട്ടി, അതിന്റെ കൂടെ ഈ ട്രയാങ്കിള് അതിന്റെ ആംഗിളുകൾ കൂടി കൂട്ടി. ഇതാണ് നമ്മൾ ചെയ്തത്. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി സി ഡി ആൻഡ് ആർ എ ബി. ഈ ട്രയാങ്കിളിന്റെ സം എത്ര വരും? നമുക്കറിയാം ഈ ട്രയാങ്കിളിന്റെ കൂടി 3 കോണുകളുടെ തുക എത്ര വരും? നമുക്ക് 180 വരും അല്ലെ? 180 വരും. പിന്നെയോ ഈ അടിയിലത്തെ ട്രയാങ്കിളിന്റെ 3 കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാലോ 180 വരും അല്ലെ? അപ്പൊ നമുക്ക് 180 പ്ലസ് 180, ഇതാണ് നമുക്ക് ഈ 2 ട്രയാങ്കിളുകളുടെ തുക കൂടി കൂട്ടിയാൽ കിട്ടുക അല്ലെ? അപ്പൊ സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി സി ഡി ആൻഡ് ആർ എ ബി എന്ന് പറഞ്ഞാൽ 180 പ്ലസ് 180 ആണ് അല്ലെ? ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കിയേ, ആംഗിൾ എസ് പി ക്യു പ്ലസ് ഹാഫ് ആംഗിൾ സി പ്ലസ് ഹാഫ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എസ് ആർ ക്യു പ്ലസ് ഹാഫ് ആംഗിൾ സി പ്ലസ് ഹാഫ് ആംഗിൾ ബി. അപ്പൊ ഇവിടെ നമ്മൾ ഹാഫ് ആംഗിൾ സി അല്ല വരെ അല്ലെ? ആംഗിൾ എ അല്ലെ? അപ്പൊ ഇപ്പോഴാണ് കറക്റ്റ് ആയത്, എയുടെ പകുതിയാണിത്. അപ്പൊ നമ്മൾ പറഞ്ഞു നോക്കിയാൽ എസ് പി ക്യു പ്ലസ് ഹാഫ് ആംഗിൾ സി പ്ലസ് ഹാഫ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എസ് ആർ ക്യു പ്ലസ് ഹാഫ് ആംഗിൾ എ പ്ലസ് ഹാഫ് ആംഗിൾ ബി അല്ലെ? അപ്പം ഒരു ഹാഫുകൾ കിടന്ന് കുറച്ച് കളി കളിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അവരൊക്കെ ഒന്ന് ഒതുക്കണം. അതിനു മുമ്പ് നോക്കിയേ, ഇവിടെ ആംഗിൾ എസ് പി ക്യു ഉണ്ട്, പിന്നെ ഒരു ആംഗിൾ എസ് ആർ ക്യു ഉണ്ട് അല്ലെ? അപ്പൊ അവർ നല്ല ഡീസെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ രണ്ടാളും ഒരുമിച്ച് എഴുതാം. ആംഗിൾ എസ് പി ക്യു പ്ലസ് ആംഗിൾ എസ് ആർ ക്യു. അപ്പൊ അവർ രണ്ടാളും നമ്മൾ ഒരു ഭാഗത്ത് ഒതുക്കി എഴുതി. ഇനി ബാക്കി വരുന്ന ആരൊക്കെ നോക്കിയേ, ഇനി നമുക്ക് ബാക്കി വരുന്നത് ഹാഫ് ആംഗിൾ സി പ്ലസ് ഹാഫ് ആംഗിൾ ഡി പ്ലസ് ഹാഫ് ആംഗിൾ എ പ്ലസ് ഹാഫ് ആംഗിൾ ബി അല്ലെ? ഇത് 4ആണ് വരുന്നത്. ഇവിടെ എപ്പോഴും നോക്കി എന്താണ് ഹാഫ് 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 എന്ന് പറഞ്ഞ് കളിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ പൊതുവായിട്ട് 4 എണ്ണത്തിന് ഹാഫ് ഉണ്ട്. അവരെ നമുക്ക് മുമ്പ് നമ്മൾ ചെയ്യാറുള്ള പോലെ അവരെ നമുക്കൊന്നും കൂടി പുറത്തേക്ക് ആക്കാം. അപ്പൊ എന്ത് വന്നു? പ്ലസ് ഈ ഹാഫിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, ഹാഫ് അല്ലെ? ഇനി ഇവിടുന്ന് ഹാഫ് പോകുന്ന കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ട്? സി ഉണ്ട്. ഇവിടുന്ന് ഹാഫ് പോകുന്ന കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഡി ഉണ്ട്. ഇവിടുന്ന് ഹാഫ് പോകുന്ന കഴിഞ്ഞാൽ ബാക്കി എ ഉണ്ട്. ഇവിടുന്ന് ഹാഫ് പോകുന്ന കഴിഞ്ഞാൽ ബാക്കി ബി ഉണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെ വരും ബ്രാക്കറ്റിനുള്ളിൽ? എ ബി സി ഡി. അപ്പൊ നമുക്ക് ഓർഡറിൽ എഴുതാണെങ്കിൽ ബ്രാക്കറ്റ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി
പ്ലസ് ആംഗിൾ ഡി. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ സി ഡി എ ബി എന്നുള്ളതൊന്ന് ഓർഡറിലാക്കി എഴുതി, അത്രേ ഉള്ളൂ. ഹാഫ് ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ എസ് പി ക്യു പ്ലസ് ആംഗിൾ എസ് ആർ ക്യു, അല്ലേ? അത് അവിടെ തന്നെ കിടക്കട്ടെ, അവിടെ നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, അതിൻ്റെ അളവുകളൊന്നും നമുക്കറിയില്ല. പ്ലസ് ഹാഫ് ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലേ? ഈ നമ്മൾ മുമ്പ് എഴുതിയൊരു കാര്യം നോക്കിയാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 360 ആണല്ലേ? അതായത് ഈ ചതുർഭുജത്തിലെ 4 കോണുകളുടെയും അളവ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 360 കിട്ടും. അതാണ് നമ്മൾ ആദ്യം എഴുതിയത്. അപ്പോൾ നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡിക്ക് പകരം നമുക്ക് എന്തെഴുതാം? നമുക്ക് 360 എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ഹാഫ് ഇൻറ്റു 360 എത്ര വരും? ഇപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ 180. അപ്പോൾ 180 പ്ലസ് 180 പ്ലസ് 180 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കിവിടെ 360 ഈസ് ഈക്വൽ ടു എന്ത് വരും? ആംഗിൾ എസ് പി ക്യു പ്ലസ് ആംഗിൾ എസ് ആർ ക്യു പ്ലസ് 180 ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ എസ് പി ക്യു പ്ലസ് ആംഗിൾ എസ് ആർ ക്യു കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഒരു ഭാഗത്തേക്ക്, ബാക്കിയുള്ള ഇവനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലേ? അപ്പോൾ നമുക്കിവിടെ 360 ഈ 180 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 180 ആയി. സീക്വൽ ടു ഇവിടെ എന്ത് വരും? ആംഗിൾ എസ് പി ക്യു പ്ലസ് ആംഗിൾ എസ് ആർ ക്യു എന്ന് വന്നു. അതായത് 360 മൈനസ് 180 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180, അല്ലേ? 180. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എസ് പി ക്യു പ്ലസ് ആംഗിൾ എസ് ആർ ക്യു സീക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 360 180 കുറച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി. അപ്പൊ എന്താണ് ആംഗിൾ എസ് പി ക്യൂ ആംഗിൾ എസ് ആർ ക്യൂ നോക്കിയേ? എസ് ആർ ക്യൂ ഈ ആംഗിൾ, എസ് പി ക്യൂ ഈ ആംഗിൾ, അല്ലേ? അതായത് നമുക്ക് വേണ്ട ഈ ചെറിയ ചതുർഭുജത്തിന്റെ 2 ഓപ്പോസിറ്റ് ആംഗിളുകളുടെ പേരാണിത്, എസ് പി ക്യൂയും എസ് ആർ ക്യൂയും. അവ തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 180 കിട്ടും. അങ്ങനെ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുമെന്നുണ്ടെങ്കിൽ ആ കോർഡിലേറ്റർ എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും, അല്ലേ? അതായത് ചക്രീയ ചതുർഭുജമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണല്ലോ. ഇനി നമുക്കതിലെ 8ാമത്തെ ചോദ്യം കൂടി ഒന്ന് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം, അല്ലെ? ഇവിടെ എന്താണ് ചോദ്യം നോക്കിയേ? ഇവിടെ നമുക്ക് ABC എന്ന് പറയുന്ന ഒരു വലിയൊരു ത്രികോണം, ആ ത്രികോണത്തിന്റെ 3 സൈഡുകൾ, ഇപ്പോൾ ആദ്യത്തെ ഒരു സൈഡ് BC എന്ന് പറയുന്ന സൈഡ്, ആ സൈഡിൽ ഒരു P എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത സൈഡ് ഏതാണ്? AC എന്ന് പറയുന്ന സൈഡ്, അല്ലെ? അതിൽ Q എന്ന് പറയുന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അതുപോലെ ABയിൽ R എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അതായത് ഈ 3 സൈഡുകളിലും ഓരോ പോയിന്റ് വെച്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? എന്നിട്ട് ഇവ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചു. അപ്പോ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചപ്പോൾ നമുക്ക് നോക്കിയേ, ഇവിടെ ARQ എന്ന് പറഞ്ഞ ത്രികോണം കിട്ടിയിട്ടുണ്ട്, അല്ലെ? ARQ എന്ന് പറഞ്ഞൊരു ത്രികോണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയോ, ഇവിടെ BRP എന്ന് പറയുന്ന ഒരു ത്രികോണം കിട്ടിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമുക്കിവിടെ 2 ത്രികോണങ്ങൾ ഇങ്ങനെ കിട്ടി. ഇനി ഈ ത്രികോണത്തിന്റെ ഒരു സർക്കിളിലൂടെ വരച്ചിട്ടുണ്ട്, ഒരു പരിവൃത്തം ഇവിടെ വരച്ചിട്ടുണ്ട്, അല്ലെ? അതേപോലെ ഈ ത്രികോണത്തിന്റെയും ഒരു സർക്കിളിലൂടെ വരച്ചിട്ടുണ്ട്. ഈ 2 സർക്കിളുകളും ഈ എസ് എന്ന പോയിന്റ് കണ്ടാൽ ഇവിടെ എസ്, ഈ എസ് എന്ന പോയിന്റിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ മറ്റൊരു ത്രികോണം വരുന്നുണ്ട്, അല്ലെ? CPQ എന്ന് പറയുന്ന ത്രികോണം വരുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഈ ത്രികോണത്തിന്റെയും ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ അതും ഈ എസ് എന്ന പോയിന്റിലൂടെ തന്നെ കടന്നു പോകും. ഇതാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതായത് ഈ പോയിന്റിലൂടെ സർക്കിൾ കടന്നു പോകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഉൾപ്പെടുത്തി നാം ഒരു ചതുർഭുജം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, അല്ലെ, എന്തായിരിക്കും? അത് നമുക്കൊരു ചക്രീയ ചതുർഭുജം വരയ്ക്കാൻ പറ്റും, അല്ലെ? ആ ചതുർഭുജത്തിന്റെ എതിർക്കോണുകൾ എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം, അല്ലെ? അപ്പൊ നാം എന്ത് ചെയ്താൽ മതി? അപ്പൊ നമുക്ക് ഈ എസ് എന്ന പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് നാം നോക്കിയാൽ ഇവിടെ ഒരു സൈഡ്, ഇത് ഒരു സൈഡ്, അല്ലെ? ഇനി ക്യൂവും എസും തമ്മിൽ യോജിപ്പിക്കുക, അപ്പൊ നമുക്ക് മറ്റൊരു സൈഡ് കിട്ടി. ഇനി എസും പിയും തമ്മിൽ യോജിപ്പിക്കുക, അപ്പോഴും നമുക്ക് മറ്റൊരു സൈഡ് കിട്ടി, അല്ലെ? അപ്പൊ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോർഡിലേറ്റർ കിട്ടി. അത് എന്താണ് പ്രൂവ് ചെയ്യണം? അത് നമുക്ക് ഈ 2 ആംഗിളുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? നമുക്ക് ഈ സർക്കിള് ഈ എസ്സിലൂടെ തന്നെ കടന്നു പോകും, അല്ലെ? ഇത്രയുള്ള കാര്യം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഇതിന്റെ
രണ്ട് സൈഡുകൾ വരയ്ക്കുക അല്ലേ. ഈ കോർഡിനേറ്ററിന്റെ ഈ SQയും പിന്നെ SPയും തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ നമ്മൾ നോക്കിയേ, ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു, ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു അല്ലേ. അപ്പൊ നമുക്കൊരു കോർഡിനേറ്റർ ഇവിടെ കിട്ടി. എന്താണ്? CPSQ എന്ന് പറയുന്ന ഒരു ചതുർഭുജം കിട്ടി. ഈ ചതുർഭുജത്തിന്റെ ഈ രണ്ട് കോണുകളും 180 ഡിഗ്രി, അവരുടെ തുക 180 ഡിഗ്രി ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ സർക്കിൾ ഏതിലൂടെ കടന്നു പോകും? എസിലൂടെ കടന്നു പോകും. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഏത് കോണുകളൊക്കെയാണ് വേണ്ടത്? ഈ സിയും വേണം, അതുപോലെ നമുക്ക് ഈ ആംഗിൾ കിട്ടണം അല്ലേ. ഈ എസ്, അതായത് QSP എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കിട്ടണം. അപ്പൊ നമുക്കത് ഒറ്റയടിക്ക് കിട്ടാൻ ഒരു മാർഗവും ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു തലക്കെന്ന് നമുക്ക് തുറക്കാം. ഇവിടെ നോക്കിയാൽ ഇവിടെ ARQ അല്ലെ, ഇത് 3 സർക്കിളിലാണ് അല്ലെ. പിന്നെ നോക്കിയാൽ എസും ഈ സർക്കിളിലാണല്ലോ, ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു കോർഡിനേറ്റർ കിട്ടും അല്ലെ, കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും നമുക്കൊരു കോർഡിനേറ്റർ കിട്ടും. അപ്പൊ നമുക്ക് ഒരു ചതുർഭുജം ഇത് കിട്ടി, ഒരു സൈക്ലിക് കോർഡിനേറ്റർ കിട്ടി, ഇവിടെയും നമുക്കൊരു സൈക്കിൾ കോർഡിനേറ്റർ കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഇവിടേക്ക് എത്താം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് തുടങ്ങാം. ഈ ആംഗിൾ ഒരു X ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഈ ആംഗിൾ ഒരു Y ഡിഗ്രി, ഇത് നമുക്കൊരു Z ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഈ ത്രികോണത്തിലെ 3 ആംഗിളുകൾ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ആംഗിളിന്റെ അളവ് X ഡിഗ്രി എന്ന് വിചാരിച്ചു അല്ലെ. ഇത് നമ്മൾ Y ഡിഗ്രി ആണെന്ന് വിചാരിച്ചു, ഇത് നമ്മൾ Z ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. ഈ 3 ത്രികോണത്തിന്റെ ആംഗിൾ അല്ലെ. നമ്മുടെ ആവശ്യം എന്താണ്? നമുക്ക് ഈ ആംഗിളും തമ്മിലുള്ള ബന്ധമാണ് കിട്ടേണ്ടത് അല്ലെ. ഇവിടെ നമുക്കൊരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട് S അല്ലെ, അതായത് ഈ ചതുർഭുജത്തിൽ ഈ S പറഞ്ഞ വലിയ ആംഗിൾ. പക്ഷെ ഇവിടെ നോക്കി നമുക്ക് ഈ വലിയ ആംഗിൾ ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈൻ ഒന്നും കൂടി നീട്ടി കൊടുക്കാം. ഈ RS എന്താ, ഈ എസും സിയും തമ്മിൽ ഒന്നും കൂടി നീട്ടി ഒന്നും കൂടി മുട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മളിത് കൂട്ടി മുട്ടിച്ചു അല്ലെ. അപ്പൊ നമുക്ക് വേണ്ട ആംഗിൾ ഇതാണ്. നല്ല ഓർമ്മ വേണം, ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ ആംഗിൾ കിട്ടാൻ, ഈ വലിയ ആംഗിൾ കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അവിടെ നമുക്ക് എന്ത് പറ്റും? ഇവിടെ നമ്മൾ X ഡിഗ്രി ആണെന്ന് വിചാരിച്ചു അല്ലെ. ഇതൊരു ചക്രീയ ചതുർഭുജമാണ്, അതിന്റെ ഒരു ആംഗിൾ X. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തെന്ന്, അതായത് ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് കോർഡിനേറ്റർ ഈസ് ഈക്വൽ ടു ദി ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ് അല്ലെ. അതായത് ഒരു സൈക്ലിക് കോർഡിനേറ്ററിന്റെ പുറംകോൺ എതിർ മൂലയിലെ അകക്കോണിന് തുല്യമായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ സൈക്ലിക് കോർഡിനേറ്റർ ഒരു ആംഗിൾ നമുക്ക് കിട്ടി X ഡിഗ്രി അല്ലെ. ഇനി ഈ ആംഗിൾ നോക്കിയാൽ, ഈ ആംഗിൾ എന്താണ്? അതായത് ഈ സൈക്കിൾ കോർഡിനേറ്ററിന് പുറംകോണാണ് ഇത് അല്ലെ. അതായത് ഈ സൈഡ് നോക്കിയ, ഈ സൈഡും കൂടെ നീട്ടിയപ്പോഴാണ് നമുക്ക് ഈ ആംഗിൾ കിട്ടുന്നത്. അപ്പോ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം എഴുതി വെക്കാം. അതായത് നമുക്ക് ആദ്യം ARSQ ഒരു സൈക്കിൾ കോർഡിനേറ്റർ ആണ് അല്ലെ. അതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അത് എഴുതാം. അത് നമുക്ക് സിൻസ് SRAQ അല്ലെ, SRAQ അതിന്റെ പേര് ഈ സൈക്ലിക്, അത് സൈക്ലിക് ആയതുകൊണ്ട് ആംഗിൾ A ഇസ് ഈക്വൽ ടു ഏതിന് തുല്യമായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കുക, ഏത് ആംഗിൾ? ഇതിന്റെ ഔട്ടർ കോൺ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഇല്ല, ഈ വശം കൂടി നീട്ടി, അതായത് QSC അല്ലെ. QSC എന്ന് പറഞ്ഞ ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ആംഗിൾ QSC, അതായത് നമ്മളിവിടെ X ഡിഗ്രി കൊടുത്തു, അതുകൊണ്ട് നമുക്ക് X ഡിഗ്രി. മനസ്സിലായല്ലോ. അപ്പൊ ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് എഴുതാം? ഈ ആംഗിൾ X ഡിഗ്രി, ഇത് X ആയതുകൊണ്ട് ഇത് X. ഇനി നമുക്ക് ഈ ആംഗിളും കൂടി കിട്ടണം അല്ലെ. ഇത്രയും ഭാഗം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം അളവ് നമുക്ക് കിട്ടി. അതിനെന്ത് ചെയ്യണം? ഇതിനെ പിടിക്കാം. എവിടെ? ഇവിടെ ഒരു സൈക്കിൾ കോർഡിനേറ്റർ ഉണ്ട് അല്ലെ. അത് BPSR എന്ന് പറയുന്നൊരു സൈക്കിൾ കോർഡിനേറ്റർ അല്ലെ. അപ്പൊ സിൻസ് BPSR ഈ സൈക്ലിക്, അതും സൈക്ലിക് ആയതുകൊണ്ട് നമുക്കെന്ത് പറയാം? ഈ Y കണ്ടില്ലേ, ഇവിടെ നോക്കിയാൽ ഈ വശം ഇങ്ങോട്ട് നീട്ടി അല്ലെ. അപ്പൊ ഇവിടെ നമുക്കൊരു ആംഗിൾ കിട്ടുന്നുണ്ട്, ആംഗിൾ കിട്ടി അല്ലെ. അതായത് ഈ സൈക്കിൾ കോർഡിനേറ്ററിന്റെ എന്താണിത്? ഔട്ടർ ആംഗിൾ ആണിത് അല്ലെ. അതായത് ഇത് Y ആണെങ്കിൽ ഇത് എത്ര വരും? ഇത് നമുക്ക് Y ഡിഗ്രി ആയിരിക്കും. അപ്പൊ അത് നമുക്ക് എഴുതാലോ. ആംഗിൾ PSC ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, അതായത് Y ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് X, ഇത് Y അല്ലെ. അപ്പൊ നമുക്ക് വേണ്ട ഈ ആംഗിളിന്റെ മൊത്തം ഡിഗ്രി നമുക്ക് കിട്ടിയ എത്രയാണ്? Xഉം Yയും കൂടി കൂട്ടിയാൽ മതി അല്ലെ. Therefore നമുക്ക് നോക്കിയാൽ ആംഗിൾ PSQ
ആംഗിൾ പി എസ് ക്യു ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. നോക്കിയേ, എതിർ കോണുകളൊന്ന് കൂട്ടി നോക്കിയേ. ആംഗിൾ സിയും ആംഗിൾ പി എസ് ക്യു അത് തമ്മിലൊന്ന് കൂട്ടി നോക്കിയേ. ആംഗിൾ പി എസ് ക്യു പ്ലസ് ആംഗിൾ സി രണ്ടും കൂടി കൂട്ടുക. എന്തിനു വേണ്ടിയിട്ടാണത്? അത് 180 ഡിഗ്രി ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ ഇത് കൂട്ടിയാൽ എന്ത് വരും? ഇതിന്റെ അളവ് എത്രയാണ്? പി എസ് ക്യു എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ അല്ലെ. എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി, ഇതാണ് ആംഗിൾ പി എസ് ക്യു. അതിന്റെ കൂടെ ആംഗിൾ സി കൂട്ടണമല്ലോ. സിയുടെ അളവ് എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഇത് സെഡ് ഡിഗ്രി എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇത് സെഡ് ഡിഗ്രി. അപ്പൊ ആംഗിൾ പി എസ് ക്യു എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ, ആംഗിൾ സി എന്ന് പറഞ്ഞാൽ സെഡ് ഡിഗ്രി. മനസ്സിലായല്ലോ? അതായത് നോക്കിയേ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അതായത് ഈ ത്രികോണത്തിലെ 3 കോണുകളുടെയും അളവ് അല്ലെ എത്രയായിരിക്കും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കും അല്ലെ. ഒരു ത്രികോണത്തിലെ 3 കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 180 ഡിഗ്രി. അതായത് ആംഗിൾ പി എസ് ക്യൂയും ആംഗിൾ സിയും കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി കിട്ടി. അതായത് ഈ ആംഗിളും ആംഗിൾ സി, ഈ ആംഗിളും പി എസ് ക്യു ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 180 കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? ഈ കോർഡിലേറ്റർ എന്താണ്? സൈക്ലിക് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം, സോ കോർഡിലേറ്റർ സി പി എസ് ക്യു ഈസ് സൈക്ലിക്. സി പി ക്യു എന്ന ത്രികോണത്തിന്റെ പരിവൃത്തം അല്ലെ, പരിവൃത്തം എന്തിലൂടെ കടന്നു പോകും? എസിലൂടെ കടന്നു പോകും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ റീസൺ എന്താണ്? ഔട്ടർ ആംഗിൾ ആണ് അല്ലെ. മറ്റേ ഇതിന്റെ ഔട്ടർ ആംഗിൾ ആണ് ഈ കോൺ, ഔട്ടർ ആംഗിൾ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ്സിൽ ഇടാൻ മറക്കണ്ട. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം.